കഴിയും. PM ശ്രീ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതിന് കേരള സർക്കാരിനെ അഭിനന്ദിച്ച് കേന്ദ്രം. 2020 NEP അനുസൃതമായി നൈപുണ്യ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ ഇത് പ്രധാന നാഴികക്കല്ലാണ്. നിലവിൽ ഒപ്പിട്ടിരിക്കുന്ന MOU ദേശീയ വിദ്യാഭ്യാസ നയത്തിന് അനുസൃതമായി എന്നും വിദ്യാഭ്യാസ മന്ത്രാലയം വ്യക്തമാക്കി. PR അരവിന്ദ് വിവരങ്ങൾ നൽകും. അരവിന്ദ്, എന്താണ് കേന്ദ്രത്തിന്റെ പ്രതികരണം? അമൃത, PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്ത് വലിയ പൊട്ടിത്തെറി തുടരുമ്പോഴാണ് കേരള സർക്കാരിന് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നത്. എക്സിലൂടെയാണ് കേരള സർക്കാരിന് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഒരു അഭിനന്ദനം ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായും കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിനനുസൃതമായി നൈപുണ്യ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് പ്രധാന നായികകല്ല്. നമുക്കറിയാം, CPM ജനറൽ സെക്രട്ടറി MA ബേബി അടക്കം ചൂണ്ടിക്കാണിച്ചത് PM ശ്രീ പദ്ധതിയിൽ പങ്കാളികളാകുമ്പോഴും ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കില്ല എന്നതാണ്. പക്ഷേ കേന്ദ്രം ഈ ട്വീറ്റിലടക്കം ആവർത്തിച്ച് ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോഴത്തെ ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടിരിക്കുന്നത് അത് ദേശീയ വിദ്യാഭ്യാസ നയത്തിന് അനുസൃതമായി എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ കേരള സർക്കാരിന് വലിയ രീതിയിലുള്ള അഭിനന്ദനങ്ങളും കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. വിദ്യാർത്ഥികളുടെ ശോഭന ഭാവിക്കായി ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുവാൻ കേരളവും കേന്ദ്രവും ഒരുപോലെ പ്രതിജ്ഞാബദ്ധരെന്നതാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന് അനുസൃതമായി തന്നെയാണ് ഇപ്പോഴുള്ള ധാരണാപത്രം ഒപ്പിട്ടതെന്നുകൂടി ഇപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞത് എന്തെന്ന ചോദ്യമാണ് ഇനി ഏറ്റവും പ്രധാനമായി വരിക. കാരണം ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാക്കില്ല, കാരണം ഈ പദ്ധതിയുമായി കേരളം മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞപ്പോഴും ഈ പദ്ധതി നടപ്പിലാക്കില്ല എന്നതായിരുന്നു CPM ജനറൽ സെക്രട്ടറിയുടെ ഒരു വാദമുണ്ടായിരുന്നത്. കൂടിയാലോചനകൾ ഉണ്ടായില്ല എന്ന് CPI വലിയ വിമർശനമുണ്ടായി. ഇപ്പോൾ മുന്നോട്ട് പോകുന്ന ഒരു വേളയിലാണ് കേരളത്തിനെ അഭിനന്ദിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ പദ്ധതിയിൽ പങ്കാളിയായ കേരളത്തെ പൂർണ്ണമായും അഭിനന്ദിക്കുന്നു എന്ന് തന്നെ ഇപ്പോൾ കേന്ദ്രം എക്സിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നു. അമൃത. ശരി, PR അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത്.